അങ്ങനെ പാകിസ്ഥാൻ പാഴ്വാക്ക് പാകിസ്ഥാനായി മാറുന്നു. പറഞ്ഞ വാക്ക് പോലും പാലിക്കാതെ വീണ്ടും ഭാരതത്തിന് നേരെ എല്ലാ കരാറുകളും ലംഘിച്ച് ഇങ്ങോട്ട് കൈയും കാലും പിടിച്ച് വെടിനിർത്തൽ നടപ്പാക്കിയ ശേഷം എല്ലാം സമ്മതിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷം ഇത്തരത്തിലുള്ള ചതിപ്രയോഗമാണ് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. എന്തായാലും ബി എസ് എഫ് കേന്ദ്രത്തിന് നേരെയാണ് അവരുടെ ആക്രമണം നടന്നത്. എന്തായാലും ഭാരതം ശക്തമായി അതിനെ ചെറുക്കുന്നുമുണ്ട്. ഒരു BSF ജവാന് വീരമൃത്യു ഉണ്ടായി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. 7ഓളം പേർക്ക് പരിക്കുമുണ്ട്. ഭാരതവും ശക്തമായി ഇതിനെ ചെറുക്കുന്നുണ്ട്. പാകിസ്ഥാൻ ആയതുകൊണ്ട് ഭാരതത്തിൻ്റെ സൈനിക വിന്യാസം സമ്പൂർണ്ണമായി അതിർത്തിയിൽ നിന്ന് മാറിയിരുന്നില്ല. ഒരു ജാഗ്രത നമുക്കുമുണ്ടായിരുന്നു. അതുകൊണ്ട് കൃത്യമായി നമുക്ക് അത് ചെറുക്കാനും കഴിയുന്നുണ്ട്. വിവരങ്ങളുമായി ജനം ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള ചേരുന്നു. ശ്രീ പ്രദീപ് പിള്ള, ഈ പാകിസ്ഥാൻ ഇത്തരത്തിൽ ഒരു വെടിനിർത്തൽ കരാർ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് അഭ്യർത്ഥിച്ച് വെടിനിർത്തൽ വേണമെന്നാവശ്യപ്പെട്ട് എല്ലാം സമ്മതിച്ചു എന്നുറപ്പായ ശേഷം ചതിപ്രയോഗമല്ലേ പാകിസ്ഥാൻ ഈ രാത്രിയിൽ അവർ വീണ്ടും തുടരുന്നത്? പ്രദീപ് പിള്ള, ഇതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല, ഞെട്ടേണ്ട കാര്യമില്ല. പാകിസ്ഥാന്റെ ചരിത്രം തന്നെ ചതിയുടേതാണ്. ഒന്ന്. രണ്ട്, ഇതിലൂടെ വെളിവാകുന്നത് പാകിസ്ഥാൻ ഭരണ നേതൃത്വത്തിന്റെ പരാജയം കൂടി ഒരിക്കൽ കൂടി ലോകത്തിന് മുന്നിൽ വരികയാണ്. പരസ്യമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും സന്ധ്യ മയങ്ങുമ്പോഴേക്കും വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് തുരുതുരെ ഷെല്ലാക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തുകയും ചെയ്യുന്ന കാഴ്ച. സുപ്രധാനമായ 2 വാർത്തകളാണ് ഇത്തരണത്തിൽ വിനോദ് നമുക്ക് ജന TV പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. ഒന്ന്, നഗ്രോട്ട. നമ്മൾ അല്പം മുമ്പ് ഈ വാർത്ത ബ്രേക്ക് ചെയ്തിരുന്നു. ജമ്മുവിന് ശേഷമുള്ള നഗ്രോട്ടയിൽ, ഉധംപൂരിന് സമീപമുള്ള നഗ്രോട്ടയിൽ ഭീകരാക്രമണം ഉണ്ടായിട്ടുണ്ട്. ആ ഭീകരാക്രമണത്തിന് ശ്രമിച്ച 2 ഭീകരരിൽ ഒരാളെ ഇന്ത്യൻ സേന വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട്, ഉന്മൂലനം ചെയ്തിട്ടുണ്ട്. 2ാമത്തെ ഭീകരനായിട്ടുള്ള തെരച്ചിൽ തുടരുകയാണ്. അതൊരു ഭാഗത്ത്. 2ാമത്തെ വാർത്ത, ഞെട്ടിക്കുന്ന വാർത്ത വരുന്നത് വൈഷ്ണോദേവിക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ തുനിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. 3, ഒമർ അബ്ദുള്ളയുടെ പ്രതികരണം വന്നിരിക്കുന്നു. ഒമർ അബ്ദുള്ള പറഞ്ഞിരിക്കുന്നു, വാട്ട് ദ ഹെൽ ഇസ് ഹാപ്പനിങ് ടു ദ സീസ് ഫയർ. ഒമർ അബ്ദുള്ള ഇത് തന്നെയാണ് ഓരോ ഭാരതീയനും ചോദിക്കേണ്ടത് ഭാരതത്തോടല്ല, ചോദിക്കേണ്ടത് പാകിസ്ഥാനോടാണ്, ചോദിക്കേണ്ടത് പാകിസ്ഥാൻ സേനയോടാണ്, ISIയോടാണ്. പാകിസ്ഥാന്റെ ഭരണകൂടത്തെക്കാൾ, പാകിസ്ഥാന്റെ ഭരണ നേതൃത്വത്തെക്കാൾ, പാകിസ്ഥാന്റെ ഡയറക്ടർ ജനറൽ ഓഫ് ഓപ്പറേഷൻസിനേക്കാൾ, മിലിറ്ററി ഓപ്പറേഷൻസിനേക്കാൾ വിധേയത്വം ഭീകരരോടാണ്. പാക് സേനയിലെ നിർണായക വിഭാഗവും ISIയും ഇന്നും പ്രവർത്തിക്കുന്നത് ഭീകരരുടെ നിർദ്ദേശപ്രകാരം, ഭീകരർ പറയുന്നതനുസരിച്ചാണ്. ഇന്ന് വൈകുന്നേരം പ്രഖ്യാപിച്ച വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് രാത്രി എത്തുമ്പോൾ, സൂര്യൻ അസ്തമിക്കുമ്പോൾ അതിർത്തിയിലുടനീളം രാജസ്ഥാൻ മുതൽ ഇങ്ങ് ജമ്മു കശ്മീർ വരെയുള്ള മേഖലകളിൽ തുടരെയായി ആക്രമണം നടത്തുന്നു, തിരിച്ചടി ഏറ്റുവാങ്ങുന്നു. ഒരു കാര്യം നമ്മൾ ഓർക്കണം വിനോദ്, പാകിസ്ഥാൻ സീസ് ഫയർ എന്ന് പറഞ്ഞാൽ, സമാധാനം എന്ന് പറഞ്ഞാൽ, വെള്ളക്കൊടി വീശി കാണിച്ചാൽ നമ്മൾ അതിൽ വീഴില്ല എന്നുള്ളത്. നമ്മുടെ സേന സർവ്വസജ്ജമായി എവിടേക്കും പോകാതെ അവിടെ തന്നെ തുടരുകയായിരുന്നു, ഓരോ അതിർത്തി പ്രദേശവും കാത്തുകൊണ്ട്, ഓരോ നിർണായക പ്രദേശങ്ങളും കാത്തുകൊണ്ട്. എന്തായാലും നേരത്തെ തന്നെ കൃത്യമായ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ മറവിൽ ഭീകരാക്രമണത്തിന് കൂടി സാധ്യതയുണ്ടെന്ന്. നമ്മൾ ഇതിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്നാണ്, ഈ ഇന്നത്തെ ധാരണ അല്ലെങ്കിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വലിയ അവകാശവാദം, അതിനുശേഷം ഭാരതം തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു, പാകിസ്ഥാന്റെ അഭ്യർത്ഥനയെന്ന് പറയരുത് വിനോദ്, പാകിസ്ഥാന്റെ അഭ്യർത്ഥനയല്ല, പാകിസ്ഥാൻ ഭരണ നേതൃത്വത്തിന് പൂർണ്ണമായി ബോധ്യമായി കാര്യങ്ങൾ എങ്ങോട്ടേക്കാണ് നീങ്ങുന്നത്, ആ രാജ്യം തന്നെ ഛിന്ന ഭിന്നമായി പോകും എന്നുള്ള യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുന്നു. ഒരു രാജ്യം ഇല്ലാതാകുമെന്ന് ഭരണ നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടാണ് മുട്ടിലെറിഞ്ഞ് ഭാരതത്തോട് വെടിനിർത്തലിന് അപേക്ഷിച്ചത്. പക്ഷേ അന്ന് തന്നെ അത് തകർക്കാൻ ഇന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാമാന്യ ബുദ്ധിക്കനുസരിച്ചോ ലോജിക് അനുസരിച്ചോ അല്ല ഭീകരർക്കൊപ്പം നിൽക്കുന്ന പാക് സൈന്യത്തിലെ വിഭാഗവും ISIയും പ്രവർത്തിക്കുന്നത്. അവർ കണ്ടിരുന്നത് ഈ സംഘർഷ സാധ്യത ഒരു സുവർണാവസരമായിട്ടാണ് അവർ ധരിച്ചിരിക്കുന്നത്. അവർ ഇന്നും മിഥ്യാലോകത്താണ്. അതാണ് ഈ ഡ്രോണുകളുമായി പകൽ പോലും ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് അല്ലെങ്കിൽ അതിസാഹസത്തിന് അവർ മുതിർന്നത്. അവർ ഒരു പക്ഷേ ഒരു സുവർണാവസരമായി കണ്ടിരിക്കും, സംഘർഷ സാധ്യത മുതലെടുത്ത് ഭാരതത്തിനുള്ളിലേക്ക് കടന്നു കയറാം എന്നും ഇവിടെ അരാജകത്വം വിളയിക്കാമെന്നും. പക്ഷേ അവർ മനസ്സിലാക്കേണ്ടത്, അവർക്ക് രക്ഷപ്പെടാൻ കിട്ടിയ ഒരു രാജ്യത്തെ രാജ്യമായി തുടരാൻ, ഇനി ബാക്കിയുള്ളതെങ്കിലും കൊണ്ട് ഒരു രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് വച്ച് നീട്ടിയ ഒരു അവസരമാണ് ഒറ്റ രാത്രി മണിക്കൂറുകൾ കൊണ്ട് അവർ നശിപ്പിച്ചിരിക്കുന്നത്. ഭീകരരും ISIയും സേനയും ചേർന്നുള്ള സഖ്യം അപകടം മണത്തു.
ഈ വെടിനിർത്തൽ നിലവിൽ വന്ന സമാധാനം പുലർന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ സാധ്യത വീണ്ടും മങ്ങുന്നുവെന്ന്. അതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് ഇത് തകർക്കുക, അട്ടിമറിക്കുക എന്നുള്ളത് അവരുടെ അജണ്ട തന്നെയായിരുന്നു. അത് നടപ്പാക്കുന്നതിൽ അവർ വിജയിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതുകൊണ്ട് അനുഭവിക്കാൻ പോകുന്നത്, ഇതിന്റെ നഷ്ടം, ഇതിന്റെ ക്ഷീണം, ഇതിന്റെ കേടുപാടുകൾ സംഭവിക്കാൻ പോകുന്നത് പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിനും അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കുമാണ്. ഭാരതം കാണിച്ച മര്യാദയുണ്ട്, ഭാരതം കാണിച്ച ഒരു അന്തസ്സുണ്ട്. കടന്നു കയറി വന്ന് നിറത്തോക്കുകളുമായി കടന്നു കയറി വന്ന് നിരപരാധികളെ വെടിവെച്ച് വീഴ്ത്തിയിട്ട് അവർക്ക് തിരിച്ചു നൽകിയത് എന്താണ്? അവരുടെ ജനവാസ മേഖലകൾ ആക്രമിച്ചില്ല, അവരുടെ സൈനിക കേന്ദ്രങ്ങൾ, അവരുടെ ഔദ്യോഗിക സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചില്ല, അവരുടെ ഔദ്യോഗിക സൈനിക ക്യാമ്പുകൾക്ക് സമീപം പ്രവർത്തിച്ചിരുന്ന ടെറർ നഴ്സറികൾ, അവരുടെ തീവ്രവാദ ഭീകരവാദ ക്യാമ്പുകൾ എണ്ണി പറഞ്ഞ് 9 എണ്ണമാണ് ഭാരതം കൃത്യമായി ചുട്ടരിച്ച് നശിപ്പിച്ചത്. അപ്പോഴും അവിടുത്തെ സാധാരണക്കാരെ ബാധിക്കാതിരിക്കാൻ, അവർക്ക് നഷ്ടമുണ്ടാതിരിക്കാൻ ഭാരതം ശ്രമിച്ചു. പകരം പാകിസ്ഥാൻ ചെയ്തതാണ് രാത്രിയുടെ മറവിൽ കടന്നു വന്ന് അവർ ചെയ്തത് എന്താണ്? അതിർത്തിക്കപ്പുറത്തുള്ള ഗ്രാമങ്ങളിലെ ജനവാസ മേഖലകൾ, യാതൊരു തരത്തിലുള്ള ആയുധവും പ്രതിരോധവും ഇല്ലാത്ത ജനവാസ മേഖലകൾ ആക്രമിച്ച് പാവപ്പെട്ട സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെ ആക്രമിച്ച് അവരെ കൊല്ലാനാണ് അവർ ശ്രമിച്ചത്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇത് രണ്ടും മതി ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ. ഇത് ഹിന്ദുസ്ഥാൻ ആണെങ്കിൽ പാകിസ്ഥാൻ അവിടെ നിന്ന് മാറി എല്ലാ അർത്ഥത്തിലും ടെററിസ്ഥാനായി മാറിയിരിക്കുന്നു, റോഡ് സ്റ്റേറ്റായി മാറിയിരിക്കുന്നു, തെമ്മാടി രാജ്യമായി മാറിയിരിക്കുന്നു. ലോകത്തിന്റെ മുന്നിൽ ഒറ്റപ്പെട്ട് നാണം കെട്ട് കൂട്ടിനാരുമില്ലാതെ ഒരു വാക്കൊപ്പം പറയാൻ പോലും ഇല്ലാത്ത രീതിയിൽ ഭാരതം നയതന്ത്ര തലത്തിൽ ഒറ്റപ്പെടുത്തിയിട്ട് സൈനികമായി അടിച്ചമർത്തുമെന്ന വ്യക്തമായ സൂചന നൽകിയിട്ട് അവർ അതിസാഹസത്തിന് മുതിർന്നപ്പോൾ അവരുടെ എയർബേസുകളടക്കം അവരുടെ ക്യാമ്പുകൾ വേണമെങ്കിൽ തകർക്കാമെന്നുള്ള സൂചന നൽകി നൂർഖാൻ ബേസ് അടക്കം അടിച്ച് തകർത്തിട്ടും പാഠം പഠിക്കാതെ, അതല്ലെങ്കിൽ ഭരണ നേതൃത്വം പറഞ്ഞത് കേൾക്കാതെ സേനയും ISIയും ഭീകരരും ചേർന്ന് ഇങ്ങോട്ട് ആക്രമണത്തിന് വരികയാണെങ്കിൽ ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന സുപ്രധാനമായ ഭരണ നേതൃത്വ യോഗത്തിന്റെ തീരുമാനം, പ്രഖ്യാപനം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. എനി ആക്ട് ഓഫ് ടെറർ വിൽ ബി സീൻ ആസ് ആൻ ആക്ട് ഓഫ് വാർ. അതിന്റെ തിരിച്ചടി അതുപോലെ തന്നെയായിരിക്കും, യുദ്ധമായി കണ്ട് തന്നെ പ്രതികരിക്കും, അതിന് തിരിച്ചടി നൽകിയിരിക്കും എന്നുള്ളത് ചോദിച്ചു വാങ്ങുകയാണ്, ഇരന്നു വാങ്ങുകയാണ് പാകിസ്ഥാൻ. സർവനാശത്തിലേക്ക്, അവർ ആത്മാഹുതിയിലേക്ക് നീങ്ങുകയാണ് പാകിസ്ഥാൻ എന്നുള്ള രാഷ്ട്രം. അവർക്ക് ചുറ്റും നടക്കുന്നത് പോലും മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം പോലും ഇല്ലാത്ത രീതിയിൽ ഇരുട്ടിന്റെ മറവിൽ സർവനാശത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ.